ഇന്നത്തെ PYQ സെക്ഷനിലെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 20/2024 ക്വസ്റ്റ്യൻ പേപ്പറിലെ മലയാളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യന് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് പുല്ലിംഗ ശബ്ദം കണ്ടെത്തി എഴുതുക. അവൾ, മിടുക്കൻ, മകൾ, സമർത്ഥ. ഇതിൽ ഏതാണ് പുല്ലിംഗ ശബ്ദം? മിടുക്കൻ. മിടുക്കനാണ് പുല്ലിംഗ ശബ്ദം. ഇനി വിൺ പ്ലസ് സ്ഥലം ചേർത്തെഴുതിയാൽ എങ്ങനെ ലഭിക്കാം? വിൺ പ്ലസ് സ്ഥലം ചേർത്തെഴുതിയാൽ വിണ്ടലം. വിൺ പ്ലസ് സ്ഥലം ചേർത്തെഴുതിയാൽ വിണ്ടലം. അയവിറക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അയവിറക്കുക എന്ന ശൈലിയുടെ അർത്ഥമാണ് വീണ്ടും വീണ്ടും ഓർമ്മിക്കുക. വീണ്ടും വീണ്ടും ഓർമ്മിക്കുകയാണ് അയവിറക്കുക എന്ന ശൈലിയുടെ അർത്ഥം. ആരോഹണം എന്ന വാക്കിന്റെ വിപരീത പദം എന്താ? ആരോഹണം വിപരീത പദമാണ് അവരോഹണം. ആരോഹണം വാക്കിന്റെ വിപരീത പദമാണ് അവരോഹണം. കയറ്റം വിപരീതം എന്താണ്? ഇറക്കം. കയറ്റം വിപരീതം ഇറക്കം. ആഗമനം നിർഗമനം. ആഗമനം വിപരീതം നിർഗമനം. ആവിർഭാവം വിപരീതം തിരോഭാവം. കയറ്റം ഇറക്കം, ആഗമനം നിർഗമനം, ആവിർഭാവം തിരോഭാവം. ആവിർഭാവം തിരോഭാവം. ആരോഹണം അവരോഹണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രയോജക ക്രിയക്ക് ഉദാഹരണം ഏതാണെന്ന്? പ്രയോജക ക്രിയക്ക് ഉദാഹരണം കാണുന്നു, താഴുന്നു, ഓടിക്കുന്നു, കേൾക്കുന്നു. ഇതിലേതാണ് പ്രയോജക ക്രിയക്ക് ഉദാഹരണം? എന്താണ്? ഓടിക്കുന്നു. ഓടിക്കുന്നു എന്നതാണ് പ്രയോജക ക്രിയക്ക് ഉദാഹരണം. കാണാൻ ആഗ്രഹിക്കുന്ന ആൾ എന്ന അർത്ഥം വരുന്ന ഒറ്റപ്പദം എന്താ? കാണാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നതിന്റെ ഒറ്റപ്പദമാണ് ദിദൃക്ഷു. ദിദൃക്ഷു എന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ആൾ എന്ന അർത്ഥമാണ് ദിദൃക്ഷു. ഇനി കുടിക്കാൻ ആഗ്രഹിക്കുന്നവനാണെങ്കിലോ? കുടിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് പിപാസു. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ബുഭുക്ഷു. ഭക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ ബുഭുക്ഷു. മോക്ഷം ആഗ്രഹിക്കുന്നവനാണ് മുമുക്ഷു. മോക്ഷം ആഗ്രഹിക്കുന്നവന് മുമുക്ഷു. കുടിക്കാൻ ആഗ്രഹിക്കുന്നവന് പിപാസു. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ ബുഭുക്ഷു. മോക്ഷം ആഗ്രഹിക്കുന്നത് മുമുക്ഷു. ഓക്കെ, ഇനി പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാ? കുട്ടികൾ, താങ്കൾ, മിടുക്കർ, വിദ്യാർത്ഥികൾ. ഇതിലേതാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണം? താങ്കൾ. താങ്കൾ എന്നതാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണം. ഇനി ശരിയായ പദം കണ്ടെത്തി എഴുതുക. തിരച്ചീനം, തിരശ്ചീനം, തിരചീനം, തിരശീനം. ഇതിലേതാ കറക്റ്റ് വരുന്നത്? തിരശ്ചീനം. തിരശ്ചീനമാണ് ശരിയായ പദം. തിരശ്ചീനം. നദി എന്ന പദത്തിന് സമാനമായ പദം ഏതാണെന്ന്? നദി സമാന പദമാണ് വാഹിനി. നദിയുടെ സമാന പദം വാഹിനി. ഓക്കെ, നദി വാഹിനി. വിഹായസിന്റെ മീനിങ് എന്താ? ആകാശം. സമീരൻ കാറ്റ്, അനിലൻ കാറ്റ്. അനിലൻ സമീരനും കാറ്റാണ്. വിഹായസ് ആകാശം. ലോപസന്ധിക്ക് ഉദാഹരണം എഴുതുക. ഉണ്മ, തേർത്തടം, വന്നില്ല, അയാൾ. ഇതിലേതാ? വന്നില്ല എന്നതാണ് ലോപസന്ധി. താങ്ക് യു.